പോളിനോമിയൽസ് എന്നുള്ള ലെസണിൽ പേജ് നമ്പർ 237 കേട്ടല്ലോ. അപ്പം അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് given below as the product of two first degree polynomials. Find also the solutions of the equations p of x is equal to 0 in each. അതായത് റൈറ്റ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ താഴെ തന്നിരിക്കുന്ന രണ്ടാം കൃതി ബഹുപദങ്ങളിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലെ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് ഗുണനഫലമായിട്ട് എഴുതാനാണ് നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ ഫൈൻഡ് ഓൾസോ ദ സൊല്യൂഷൻസ് ഓഫ് ദ ഈക്വേഷൻ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഇൻ ഈച്ച്. അതേപോലെ തന്നെ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആയിട്ട് വരുന്ന സൊല്യൂഷൻസ്, അതിൻ്റെ കറക്റ്റായ പരിഹാരങ്ങൾ, സൊല്യൂഷൻസ് 0 ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും വേണം. അപ്പം ശരി, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x² മൈനസ് 7x പ്ലസ് 12. അപ്പം ഈ ഒരു പോളിനോമിയലിനെ നമ്മളോട് ഫസ്റ്റ് ഡിഗ്രിയുടെ രണ്ട് പോളിനോമിയൽസ് ആയിട്ട് എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് ഡിഗ്രിയുടെ കേട്ടല്ലോ, അതിൻ്റെ ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രോഡക്റ്റായിട്ട് ഗുണനഫലങ്ങളുടെ രൂപത്തിൽ എഴുതാൻ പറയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് രീതിയിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു രീതി എന്ന് പറയുന്നത് x² മൈനസ് 7x പ്ലസ് 12 ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് നമ്മൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഓൾ ബൈ 2a. ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം a സമം 1, b സമം എത്രയുടെ -7, c സമം എത്രയുടെ 12. ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയായ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എവിടേക്ക് നോക്കുക. ഇവിടെ ഏതോ ഒരു രണ്ട് സംഖ്യ, ഏത് രണ്ട് സംഖ്യ നമ്മൾ കണ്ടുപിടിക്കണം. ഏതോ ഒരു രണ്ട് സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നത്. 12 എന്ന് പറയുന്നത് ഏതോ രണ്ട് സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നത്. അതേ സംഖ്യകൾ തന്നെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ 7 കിട്ടണം. ഏതോ രണ്ട് സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 12 കിട്ടണം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ -7 ഉത്തരം കിട്ടണം. അങ്ങനെയുള്ള സംഖ്യകൾ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് നോക്കാം 12 ഉത്തരമായി കിട്ടുന്നത് ഏതൊക്കെയാണ് നോക്കാം. അതായത് 2 × 6 സമം 12 അല്ലേ. പിന്നെ 4 × 3 സമം 12. പിന്നെ 1 × 12 ഈസ് ഈക്വൽ ടു 12. ഇത്രയാണ് നമുക്ക് അറിയാവുന്നത്. അപ്പോൾ 2 × 6 12. അപ്പോൾ 2ഉം 6ഉം കൂടി കൂട്ടുമ്പോൾ 7ആണോ കിട്ടുന്നത്? -7 കിട്ടുമോ? ഇല്ലല്ലോ. 2ഉം 6ഉം കൂട്ടുമ്പോൾ കിട്ടില്ല. 2ഉം 6ഉം കുറയ്ക്കുമ്പോൾ -7 കിട്ടുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതല്ല സംഖ്യകൾ. ഇനി ഇവിടേക്ക് നോക്കാം. 4 × 3 12. അപ്പോൾ 4ഉം 3ഉം ഇൻറ്റു ചെയ്യുമ്പോൾ 12 കിട്ടും. 4ഉം 3ഉം കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. ശരിയല്ലേ? 4ഉം 3ഉം കൂട്ടുമ്പോൾ 7 കിട്ടും. അപ്പോൾ ഇവിടെയാണെങ്കിൽ 7ആണ്, പക്ഷേ -7ആണ്. അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ പോരെ. അതായത് ഈ 4 -4 ആയിരിക്കാം, പ്ലസ് 3ഉം -3 ആണെന്ന് വിചാരിക്കുക. 4 -4ഉം 3 -3ഉം ആണെങ്കിൽ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -7 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ -7 ശരിയല്ലേ? അപ്പോൾ ഇനി -4 ഇൻറ്റു -3ൻ്റെ ഉത്തരം നെഗറ്റീവിന് നെഗറ്റീവ് പോസിറ്റീവ് 4 × 3 12. അപ്പോൾ ആ നിയമം ഇവിടെ ശരിയാവുന്നുണ്ടല്ലോ. -4 ഇൻറ്റു -3 12ആണ്. പിന്നെ -4ഉം -3ഉം തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ -7 കിട്ടും. അപ്പം നമ്മുടെ സംഖ്യകൾ ഏതൊക്കെയാണ്? -4ഉം
-3ഉമാണ്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പിന്നെ പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റായിട്ട് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റ്സ് ആയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എഴുതാം x-4 ഇൻറ്റു x-3. കണ്ട, x-4 x-3 നമ്മൾ എഴുതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ഓൾസോ ദ സൊല്യൂഷൻസ് ഓഫ് ദി ഇക്വേഷൻസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. അതായത് ഈ പി ഓഫ് എക്സിൻ്റെ വില 0 ആകുന്ന രീതിയിലുള്ള 2 പിന്നെ സൊല്യൂഷൻസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൊല്യൂഷൻസിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സൊല്യൂഷൻസ്, അതായത് പരിഹാരങ്ങൾ ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്, -4 -3 അപ്പം നമ്മൾ സൈൻ മാറ്റി ഇട്ട് കൊടുക്കണം. സൊല്യൂഷൻസ് എന്തായിരിക്കും, +4ഉം +3ഉം ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കണക്കാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. x² + 7x + 12 കേട്ടല്ലോ. അപ്പോൾ അതിനെ ഇതുപോലെ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ 12 കിട്ടണം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടണം. അപ്പോൾ 12ഉം 7ഉം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നേരത്തെ നമ്മൾ നോക്കിയതാണ്, നേരത്തെ നോക്കിയത് 3ഉം 4ഉമാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 3 × 4 12, 3ഉം 4ഉം കൂട്ടുമ്പോൾ 2 പോസിറ്റീവ് ആകുമ്പോൾ 7. അപ്പോൾ അത് കിട്ടി. ഇനി നമുക്കിതിനെ പിന്നെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് എഴുതണം. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് നമുക്ക് എഴുതുമ്പോൾ x+3ഉം പിന്നെ x+4ഉം. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് സൊല്യൂഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു സൊല്യൂഷൻസ്, ഈ കിട്ടിയ ആൻസറിൻ്റെ സൈൻ മാറ്റി എഴുതണം. ഈസ് ഈക്വൽ ടു -3ഉം -4ഉമാണ് സൊല്യൂഷൻസ്. ഇനി നമ്മൾ മൂന്നാമത്തെ കണക്കിലേക്ക് പോകുമ്പോൾ, മൂന്നാമത്തെ കണക്ക് പറയുന്നത് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x² - 8x + 12. ഇതുപോലെ തന്നെയാണ്, ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടണം, പക്ഷേ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ -8ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 8 വരുമ്പോഴത്തേക്ക് 2ഉം 6ഉം, 2 × 6 12, 2ഉം 6ഉം കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 8 കിട്ടണം. -8 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ 2ൻ്റെ ചിഹ്നം എന്തായിരിക്കണം, മൈനസ് ആയിരിക്കണം. അപ്പോഴല്ലേ കൂട്ടുമ്പോൾ നമുക്ക് നെഗറ്റീവ് 8 വരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ പിന്നെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഏതായിട്ട് എഴുതുമ്പോൾ x-2ഉം x-6ഉമാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പിന്നെ മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതുമ്പോൾ, പ്രോഡക്റ്റായിട്ട് എഴുതുമ്പോൾ കേട്ടല്ലോ. ദെൻ ഇതിൻ്റെ സൊല്യൂഷൻസ് ഈസ് ഈക്വൽ ടു സൈൻ മാറ്റി എഴുതണം. -2 എന്നുള്ളത് +2 ആവും, -6 എന്നുള്ളത് +6 എന്നാവും കേട്ടല്ലോ. ദെൻ നമ്മളിനി പോകുന്നത് നാലാമത്തെ പ്രോബ്ലത്തിലേക്കാണ്. നാലാമത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അത് 1-ൽ 4-മത്തെ കേട്ടോ, പേജ് നമ്പർ 237 ഒന്നാമത്തെ പ്രോബ്ലത്തിലുള്ള 4-മത്തെ പ്രോബ്ലത്തിലേക്കാണ് കേട്ടോ. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു x² + 13x + 12. ഇതുപോലെ തന്നെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 12ആണ് കിട്ടേണ്ടത്, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ 13 കിട്ടണം. അപ്പോൾ അതേതായിരിക്കും, 1ഉം 12ഉം കേട്ടല്ലോ. 1ഉം 12ഉമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇൻറ്റു ചെയ്യുമ്പോൾ 12 കിട്ടും, പ്ലസ് ചെയ്യുമ്പോൾ 13 കിട്ടും. അപ്പോൾ 2ഉം പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ശരിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറഞ്ഞാൽ x+1ഉം x+12ഉം. സൊല്യൂഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സൊല്യൂഷൻസ് എഴുതാൻ പറയുമ്പോൾ ഈ സൈൻ മാറ്റി എഴുതാം, -1ഉം -12ഉം. ഇനി ലാസ്റ്റത്തെയാണ് നമ്മൾ പറയാൻ പോകുന്നത്, ലാസ്റ്റത്തെ അല്ല, 5-മത്തെയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടല്ലോ.
അഞ്ചാമത്തേന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 12x മൈനസ് 13. ഇതുപോലെ തന്നെ അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ 13 കിട്ടണം. അപ്പോൾ അത് ഏതൊക്കെയാണ്? 1ഉം 13ഉം മാത്രമേ ഉള്ളൂ അല്ലേ. പിന്നെ കുറയ്ക്കുമ്പോഴല്ലേ 12 വരിക, കുറയ്ക്കുമ്പോഴാണ് 12 വരിക. പക്ഷേ പ്ലസ് 12ആണ്. കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുന്നതാണ് പറയണത്. അപ്പോൾ വലുതിൻ്റെ ചിഹ്നം ആയിരിക്കണം പോസിറ്റീവ്, കേട്ടല്ലോ. അപ്പോൾ നെഗറ്റീവ് 1ഉം 13 കണ്ടല്ലോ. അപ്പം നമ്മൾ പിന്നെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആയിട്ട് എഴുതുമ്പോൾ എക്സ് മൈനസ് 1ഉം എക്സ് പ്ലസ് 13. സൊല്യൂഷൻസ് ഈസ് ഈക്വൽ ടു സൈൻ മാറ്റി എഴുതണം. നെഗറ്റീവ് 1 പോസിറ്റീവ് 1, പോസിറ്റീവ് 13 നെഗറ്റീവ് 13. തന്നെ നമ്മൾ പോകുന്നത് ലാസ്റ്റത്തെ കണക്കിലേക്കാണ്, അതായത് ആറാമത്തെ കണക്കിലേക്കാണ്. അപ്പോൾ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 12x മൈനസ് 13. ഇൻറ്റു ചെയ്യുമ്പോൾ നെഗറ്റീവ് 13 വരണം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ 12 വരണം. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ 13 വരണമെങ്കിൽ 1ഉം 13 മാത്രമേ ഉള്ളൂ. പക്ഷെ നെഗറ്റീവാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ നെഗറ്റീവ് വരണമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണേ നെഗറ്റീവ് വരാൻ പാടുള്ളൂ. അതിൽ ഏതാണ് നെഗറ്റീവ് വരാൻ തീരുമാനിക്കേണ്ടത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ വലുതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് 1ഉം 13ഉം കുറയ്ക്കുമ്പോഴാണ് 12 കിട്ടുക. കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നമാണ് എപ്പോഴും നമ്മൾ ഇടാറ്. അപ്പോൾ ഇവിടെ വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ് ആണെങ്കിലല്ലേ നെഗറ്റീവ് വരുള്ളൂ. അപ്പോൾ ഇവിടെയാണ് നെഗറ്റീവ് 13 വരിക. അപ്പോൾ ഇത് പോസിറ്റീവ്. അപ്പോൾ 1 ഇൻറ്റു നെഗറ്റീവ് 13 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 13. 1ഉം നെഗറ്റീവ് 13ഉം കൂടി ആഡ് ചെയ്യാൻ പറയുമ്പോൾ ആഡ് ചെയ്യാൻ പാടില്ല, കുറയ്ക്കുകയാണ് വേണ്ടത്, മൈനസ് ചെയ്യാണ് വേണ്ടത്. മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇടണം. അങ്ങനെയാകുമ്പോൾ 1ഉം നെഗറ്റീവ് 13ഉം. അപ്പോൾ ഇതിനെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൽ എഴുതുമ്പോൾ എക്സ് പ്ലസ് 1ഉം പിന്നെ എക്സ് മൈനസ് 13. ഇനി ഇതിൻ്റെ സൊല്യൂഷൻസ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് വരിക? നെഗറ്റീവ് 1ഉം പോസിറ്റീവ് 13. കേട്ടല്ലോ. ഇനി നമ്മൾ പേജ് നമ്പർ 240 കണക്കിലേക്കാണ് പോകുന്നത്. ഇനി ഈച്ച് പെയർ ഓഫ് പോളിനോമിയൽ ഗിവൺ ബിലോ, താഴെ തന്നിരിക്കുന്ന ഓരോ പോളിനോമിയലിൻ്റെയും ഫൈൻഡ് ദ നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദ ഫസ്റ്റ് ടു ഗെറ്റ് എ പോളിനോമിയൽ ഫോർ വിച്ച് ദ സെക്കൻഡ് ഈസ് എ ഫാക്ടർ. അതായത് ഓരോ പോളിനോമിയലിലും താഴെ തന്നിരിക്കുന്നതിൽ നമ്മൾ ഫൈൻഡ് ദ നമ്പർ, ഏത് നമ്പർ ടു ബി സബ്ട്രാക്റ്റഡ്, ഏത് നമ്പർ കുറച്ചാലാണ് ഫ്രം ദ ഫസ്റ്റ് ടു ഗെറ്റ് ആദ്യത്തേനെ, അതായത് ആദ്യത്തേത് ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5. ഈ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5 എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ ഫാക്ടറായിട്ട് എക്സ് മൈനസ് 4 ഇപ്പോൾ ഫാക്ടർ അല്ല. അപ്പോൾ എക്സ് മൈനസ് 4 ഇതിൻ്റെ ഫാക്ടർ ആവണം. ഫാക്ടർ ആവാൻ ഇതിൽ നിന്നും, ഈ ആദ്യത്തേതിൽ നിന്നും ഏത് നമ്പർ, ഏത് സംഖ്യ കുറച്ചാലാണ് രണ്ടാമത്തെ, അതായത് എക്സ് മൈനസ് 4 ആണ് ആദ്യത്തേൽ, എക്സ് മൈനസ് 4 ഇതിൻ്റെ ഫാക്ടർ ആവുക എന്ന് കണ്ടുപിടിക്കണം. എല്ലാത്തിൻ്റെ അങ്ങനെ ഈ രണ്ടാമത്തത് ആദ്യത്തേൻ്റെ ഫാക്ടർ ആവണമെങ്കിൽ ആദ്യത്തേതിൽ നിന്നും ഏത് സംഖ്യ കുറയ്ക്കണം, അത് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ പറയുന്നത് ഫൈൻഡ് ഓൾസോ, അതുകൂടാതെ ഫൈൻഡ് ഓൾസോ ദ സെക്കൻഡ് ഫാക്ടർ ഓഫ് ദ പോളിനോമിയൽ ഗോട്ട് ഓൺ സബ്ട്രാക്റ്റിംഗ് ദ നമ്പർ. ആ സംഖ്യ കുറച്ചതിന് ശേഷം നമ്മുടെ ഈ സെക്കൻഡ് ഡിഗ്രിയുടെ മറ്റൊരു ഫാക്ടറിനെ കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഏത് സംഖ്യയാണോ നമ്മൾ കുറച്ച് കളയണത്, അപ്പം നമുക്ക് വേറൊരു പോളിനോമിയൽ കിട്ടുമല്ലോ. ആ പോളിനോമിയലിൻ്റെ മറ്റൊരു ഫാക്ടറിയും കൂടി കണ്ടുപിടിക്കണം. കേട്ടല്ലോ. നമുക്കൊന്ന് ചെയ്യാം. ഈ ചോദ്യങ്ങൾ കുറേ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര മനസ്സിലാവണമെന്നില്ല. അത് കണക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ പ്രോബ്ലം മനസ്സിലാവുക. അപ്പോൾ ഒന്നാമത്തെ കണക്ക് നമുക്ക് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5 പിന്നെ എക്സ് മൈനസ് 4. അപ്പോൾ ഇതിൽ നിന്നും ഏത് സംഖ്യ കുറയ്ക്കുമ്പോഴാണ് ഈ എക്സ് മൈനസ് 4 ഇതിൻ്റെ ഫാക്ടർ ആവുക? അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ -4 അല്ലേ, അപ്പം നമ്മൾ പി ഓഫ്, ഇത് -4 ആണ്, നമുക്കിത് പി ഓഫ് +4 ഇട്ടിട്ട് ഇതിനകത്തേക്ക് കൊടുക്കുക. അപ്പോൾ 4 സ്ക്വയർ മൈനസ് 3 × 4 പ്ലസ് 5.
ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ 4 × 4 16 16 മൈനസ് 3 × 4 12 പ്ലസ് 5 കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇത് പോസിറ്റീവ് 16 ഇത് പോസിറ്റീവ് 5 ആണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 16ഉം 5ഉം അതും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 21 കിട്ടുന്നത് മൈനസ് 12. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കണക്ക് തെറ്റാതെ എടുക്കാൻ പറ്റും കേട്ടോ. ഈസ് ഈക്വൽ ടു ഇതിപ്പോൾ പോസിറ്റീവ് 21 മൈനസ് 12 ഇത് തമ്മിൽ മൈനസ് ചെയ്യാം. എന്നിട്ട് വലുതിൻ്റെ സൈൻ ഇടാം, 21ൻ്റെ സൈൻ ഇടാം കേട്ടോ. അപ്പോൾ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 9 എന്ന് പറഞ്ഞ സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത്. പോസിറ്റീവ് 9 കാരണം കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം. വലുത് 21 അല്ലേ, അപ്പോൾ പോസിറ്റീവ് 9 നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ ഈ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5ൽ നിന്നും നമുക്ക് കിട്ടിയ പോസിറ്റീവ് 9 മൈനസ് ചെയ്ത് കളയാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 5 മൈനസ് 9 കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുമ്പോൾ -4 ഉണ്ടാ. ഇനി ഇത് അപ്പോൾ ഇത് ഈ x-4 എന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഫാക്ടറായി മാറി, ഇതിൻ്റെ ഫാക്ടറായി. ഇനി ഇത് x-4 ഇതിൻ്റെ ഫാക്ടറാണ്, അതായത് x-4 എന്ന് പറയുന്നത് ഇതിൻ്റെ ഫാക്ടറാണ്. ഇനി ഒരു ഫാക്ടറിനെ കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പിന്നെ ഒരെണ്ണം നമുക്ക് x-a എന്നെടുക്കാം. x-4 ഓൾറെഡി ഇതിൻ്റെ ഫാക്ടറാണ്. അടുത്ത ഫാക്ടർ x-a എന്ന് നമ്മൾ സപ്പോസ് ചെയ്യാണ് അടുത്ത് ശരിക്കും കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റു ചെയ്യാം. x × x സ്ക്വയർ എക്സ് കൊണ്ട് എക്സ് ഇൻറ്റു ചെയ്യുക, എനെയും ഇൻറ്റു ചെയ്യുക, -4 കൊണ്ട് എക്സിന് ഇൻറ്റു ചെയ്യുക, -4 കൊണ്ട് എനെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ x × x സ്ക്വയർ ഇവിടെ മൈനസാണ് സൈൻ, മൈനസ് x × a ax അല്ല -4 × x -4x പിന്നെ മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് 4 × a 4a കണ്ടോ, മനസ്സിലായല്ലോ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് വന്ന ഉത്തരങ്ങൾ. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഇതിപ്പോൾ എത്ര ടേമായിട്ട് കിടക്കണമല്ലേ, 1 2 3 4 ടേമായിട്ട്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ എത്ര ടേം ഉണ്ടാവുള്ളൂ, 3 ടേം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനെ 3 ടേമിലേക്ക് ആക്കി കൊടുക്കുക. അതിന് ചെയ്യാനായിട്ട് എക്സ് സ്ക്വയർ, അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടം വരെ നോക്കിയേ ഒരേ ടേമായിട്ട്, അതായത് രണ്ടിലുണ്ട് എന്ത് എക്സ്, രണ്ട് സംഖ്യകളിലും എക്സിലുണ്ട് 4x എക്സ്, അതേപോലെ തന്നെ വേറെ മൈനസും ഉണ്ട് അല്ലേ, ഇതിലും മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് പുറത്തേക്ക് എടുക്കാം. കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ -x ആണ് നമ്മൾ പുറത്തേക്ക് എടുത്തത്. ബാക്കി അതിനകത്തുള്ളത് എന്താണ്, പോസിറ്റീവ് എയും പോസിറ്റീവ് 4ഉമാണ് പിന്നെ ബാക്കി ഉണ്ടാവുക, പ്ലസ് 4a കണ്ട. ഈ മൈനസ് ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെ ഉള്ളതിൻ്റെ കോമൺ ആയിട്ടുള്ളത് -x ആണ്, അത് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടു. ബാക്കി അതിനകത്ത് വരുന്നത് പോസിറ്റീവ് ആയും പോസിറ്റീവ് 4 പിന്നെ ബാക്കിയുള്ള 4. അപ്പോൾ ഇപ്പം നമുക്കത് 3 ടേമായിട്ട് വന്നു. ഇനി നമുക്ക് ഇതും കൂടി നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാം. ഇത് നമ്മൾ കമ്പയർ ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ തന്നെ അല്ലേ, അപ്പോൾ അത് വെട്ടിപ്പോയി. ദെൻ അടുത്തത് നമുക്ക് കമ്പയർ ചെയ്യാനുള്ളത് -3x ഇതും -x a + 4 ഇതാണ് നമുക്ക് കമ്പയർ ചെയ്യാനുള്ളത്. ഇവിടെ ഒരുപോലെ ഉള്ളത് നമ്മൾ ഈസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് ഒരുപോലെ ഉള്ളത് വെട്ടിക്കളയും. അപ്പോൾ ഈ മൈനസും വെട്ടിപ്പോയി, അപ്പോൾ അത് പോസിറ്റീവായി. പിന്നെ ഉള്ളത് എക്സും ആണ്. ബാക്കി വന്നത് 3 = a + 4 ആണ്. a = എന്ത് വരച്ചാൽ 3, ഈ +4 മാറും, എത്രയാവും -4 ആവും. അപ്പോൾ a = എന്ത് ചെയ്യണം, പോസിറ്റീവ് 3 നെഗറ്റീവ് 4, അപ്പോൾ കുറച്ചിട്ട് വലുതിൽ ചിഹ്നിടുമ്പോൾ -1 കണ്ടോ. അപ്പം നമ്മുടെ ഒരു ഫാക്ടർ നമ്മളിവിടെ
എഴുതി വെച്ചിരിക്കുന്നത് ഒരു ഫാക്ടർ എന്താണെന്നാണ് എക്സ് മൈനസ് എ ആണ് ഒരു ഫാക്ടർ എന്നാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ പകരം ഈ എയുടെ സ്ഥാനത്ത് നമുക്കിപ്പോൾ എന്ത് കിട്ടി? നെഗറ്റീവ് ഒന്ന്. അതായത് എക്സ് മൈനസ് എ ആണ് ഒരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എയുടെ വില എന്താ കിട്ടിയത്? -1 എയുടെ വില കിട്ടിയത്. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എക്സ് ഈ -1 കണ്ടോ. അപ്പോൾ എന്ത് വരും? എക്സ് 2 മൈനസും കൂട്ടുമ്പോൾ +1. അപ്പോൾ എക്സ് +1 ആണ് ഇതിൻ്റെ ഒരു ഫാക്ടർ. ഇനി രണ്ടാമത്തെ കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. x² - 3x + 5 x + 4. അപ്പോൾ ഈ x + 4 ഇതിൻ്റെ ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഏത് സംഖ്യയാണ് മൈനസ് ചെയ്യേണ്ടത് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് x + 4 അല്ലേ. അപ്പോൾ നമ്മൾ ഇത് +4 ആണ്. നമ്മൾ -4 കണ്ടുപിടിക്കണം. അപ്പോൾ -4² - 3 × -4 + 5 -4ൻ്റെ സ്ക്വയർ 16. ഈ 2 മൈനസ് ആയതുകൊണ്ട് അത് പ്ലസ് ആവും കേട്ടോ. 3 × 4 12 + 5. 16ഉം 12ഉം 5ഉം കൂടി നമ്മൾ കൂട്ടണം. ഇനി രണ്ടാമത്തെ കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. x² - 3x + 5 x + 4. അപ്പോൾ ഈ x + 4 ഇതിൻ്റെ ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഏത് സംഖ്യയാണ് മൈനസ് ചെയ്യേണ്ടത് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് x + 4 അല്ലേ. അപ്പോൾ നമ്മൾ ഇത് +4 ആണ്. നമ്മൾ -4 കണ്ടുപിടിക്കണം. അപ്പോൾ -4² - 3 × -4 + 5 -4ൻ്റെ സ്ക്വയർ 16. ഈ 2 മൈനസ് ആയതുകൊണ്ട് അത് പ്ലസ് ആവും കേട്ടോ. 3 × 4 12 + 5. 16ഉം 12ഉം 5ഉം കൂടി നമ്മൾ കൂട്ടണം. 33 33. അപ്പം നമ്മളിനി x² - 3x + 5 - 33. x² - 3x + 5 - 33 ആകുമ്പോൾ കുറച്ചിട്ട് വരുന്നതിൻ്റെ ചിഹ്നം ഇടണം. അപ്പോൾ 33 5 മൈനസ് ചെയ്തിട്ട് 33ൻ്റെ സൈനാണ് വരിക. -28. അപ്പം ഇതാണ് കിട്ടുന്നത്. ഇനി അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫാക്ടറാണ് നമ്മുടെ x + 4. ഇനി നമ്മൾ അടുത്ത ഫാക്ടർ കണ്ടുപിടിക്കണം. x + 4 അടുത്ത ഫാക്ടറായിട്ട് നമ്മൾ x - a എന്ന് സങ്കല്പിക്കുക. ഇത് രണ്ടും കൂടി നമ്മൾ ഇൻറ്റു ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതും കൂടി ഇൻറ്റു ചെയ്യും. ഇനി രണ്ടാമത്തെ കണക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. x² - 3x + 5 x + 4. അപ്പോൾ ഈ x + 4 ഇതിൻ്റെ ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഏത് സംഖ്യയാണ് മൈനസ് ചെയ്യേണ്ടത് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് x + 4 അല്ലേ. അപ്പോൾ നമ്മൾ ഇത് +4 ആണ്. നമ്മൾ -4 കണ്ടുപിടിക്കണം. അപ്പോൾ -4² - 3 × -4 + 5 -4ൻ്റെ സ്ക്വയർ 16. ഈ 2 മൈനസ് ആയതുകൊണ്ട് അത് പ്ലസ് ആവും കേട്ടോ. 3 × 4 12 + 5. 16ഉം 12ഉം 5ഉം കൂടി നമ്മൾ കൂട്ടണം. 33 33. അപ്പം നമ്മളിനി x² - 3x + 5 - 33. x² - 3x + 5 - 33 ആകുമ്പോൾ കുറച്ചിട്ട് വരുന്നതിൻ്റെ ചിഹ്നം ഇടണം. അപ്പോൾ 33 5 മൈനസ് ചെയ്തിട്ട് 33ൻ്റെ സൈനാണ് വരിക. -28.
ഇതാണ് കിട്ടുന്നത്. ഇനി അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫാക്ടറാണ് നമ്മുടെ x+4. ഇനി നമ്മൾ അടുത്ത ഫാക്ടർ കണ്ടുപിടിക്കണം. x+4 അടുത്ത ഫാക്ടറായിട്ട് നമ്മൾ x - a എന്ന് സങ്കല്പിക്കുക. ഇത് രണ്ടും കൂടി നമ്മൾ ഇൻറ്റു ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനെ ഇതും കൂടി ഇൻറ്റു ചെയ്യും. ഇതിനെ ഇതുകൊണ്ടും ഇൻറ്റു ചെയ്യും. അപ്പോൾ x ഇൻറ്റു x x². ഇനി x ഇൻറ്റു മൈനസ് x മൈനസ് ix. പോസിറ്റീവ് 4 ഇൻറ്റു x പ്ലസ് 4x. പോസിറ്റീവ് 4 ഇൻറ്റു മൈനസ് a എന്ന് പറഞ്ഞാൽ -4a. ഇനി ഇവിടെ നമ്മൾ ഇത് രണ്ടിനെയും നമ്മൾ ഒറ്റ ടൈമിലേക്ക് കൊണ്ടുവരണം. x². ഇത് രണ്ടിലും ഒരുപോലെ പറഞ്ഞത് ഏതാ? x മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ എക്സിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി ഇത് -a. പിന്നെ ഇവിടെ നമ്മൾ +4 -4a. അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ എക്സിനെ മാത്രമേ ഉള്ളൂ ഒരുപോലെ, സൈനൊന്നും ഒരുപോലെ ഇല്ല, എക്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സിനെ പുറത്തേക്ക് എടുത്തു. പിന്നെ ഇവിടെ -a ഇവിടെ +4. കാരണം x ഇൻറ്റു -a -ix വരും. x ഇൻറ്റു +4 4x ഇതേപോലെ തന്നെ വരും. കണ്ട. ഇനി ഇപ്പോൾ നമ്മൾ ഇതുമായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യേണ്ടത്. ഈ ഒരു ഇതുമായിട്ടാണ് നമ്മളിതിനെ കമ്പയർ ചെയ്യേണ്ടത്, എയുടെ വില കണ്ടുപിടിക്കാൻ. അപ്പോൾ ഫസ്റ്റ് x² = x². അപ്പോൾ അത് വെട്ടിപ്പോയി. then നമ്മൾ ഇത് -3x x - a + 4 ഇതുമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ x മാത്രമാണ് വെട്ടിപ്പോണത്. -3 = -a + 4. -a = -3. ഈ +4 എന്താവും ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ -4. -a = -7. അപ്പോൾ രണ്ട് സ്ഥലത്തും നെഗറ്റീവ് വരുമ്പോൾ അത് പോസിറ്റീവായിട്ട് a = 7. അപ്പോൾ x - a ആണല്ലോ അടുത്ത ഫാക്ടർ. എയുടെ സ്ഥാനത്ത് നമുക്ക് +7 ആണ് വരിക. അപ്പോൾ x - 7 ആണ് രണ്ടാമത്തെ ഫാക്ടർ. 33. അപ്പോൾ നമ്മളിനി x² - 3x + 5 - 33. x² - 3x + 5 - 33 ആകുമ്പോൾ കുറച്ചിട്ട് വരുന്നതിൻ്റെ ചിഹ്നം ഇടണം. അപ്പോൾ 33 5 മൈനസ് ചെയ്തിട്ട് 33ൻ്റെ സൈനാണ് വരിക. -28. അപ്പം ഇതാണ് കിട്ടുന്നത്. ഇനി അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫാക്ടറാണ് നമ്മുടെ x+4. ഇനി നമ്മൾ അടുത്ത ഫാക്ടർ കണ്ടുപിടിക്കണം. x+4 അടുത്ത ഫാക്ടറായിട്ട് നമ്മൾ x - a എന്ന് സങ്കല്പിക്കുക. ഇത് രണ്ടും കൂടി നമ്മൾ ഇൻറ്റു ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനെ ഇതും കൂടി ഇൻറ്റു ചെയ്യും. ഇതിനെ ഇതുകൊണ്ടും ഇൻറ്റു ചെയ്യും. അപ്പോൾ x ഇൻറ്റു x x². ഇനി x ഇൻറ്റു x മൈനസ് ix. പോസിറ്റീവ് 4 ഇൻറ്റു x പ്ലസ് 4x. പോസിറ്റീവ് 4 ഇൻറ്റു മൈനസ് a എന്ന് പറഞ്ഞാൽ -4a. ഇനി ഇവിടെ നമ്മൾ ഇത് രണ്ടിനെയും നമ്മൾ ഒറ്റ ടൈമിലേക്ക് കൊണ്ടുവരണം. x². ഇത് രണ്ടിലും ഒരുപോലെ പറഞ്ഞത് ഏതാ? x മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ എക്സിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി ഇത് -a. പിന്നെ ഇവിടെ നമ്മൾ +4 -4a. അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ x മാത്രമേ ഉള്ളൂ ഒരുപോലെ, സൈനൊന്നും ഒരുപോലെ ഇല്ല, x മാത്രമേ ഉള്ളൂ. നമ്മൾ എക്സിനെ പുറത്തേക്ക് എടുത്തു. പിന്നെ ഇവിടെ -a ഇവിടെ +4.
കാരണം എക്സ് ഇൻറ്റു മൈനസ് എ മൈനസ് ഐ എക്സ് വരും, എക്സ് ഇൻറ്റു പ്ലസ് 4 4x ഇതേപോലെ തന്നെ വരും. കണ്ട. ഇനി നമ്മൾ ഇപ്പോൾ നമ്മൾ ഇതുമായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യേണ്ടത്. ഈ ഒരു ഇതുമായിട്ടാണ് നമ്മളിതിനെ കമ്പയർ ചെയ്യേണ്ടത്, എയുടെ വില കണ്ടുപിടിക്കാൻ. അപ്പോൾ ഫസ്റ്റ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, അപ്പോൾ അത് വെട്ടിപ്പോയി. ദെൻ നമ്മൾ ഇത് മൈനസ് 3x എക്സ് മൈനസ് എ പ്ലസ് 4 ഇതുമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് മാത്രമാണ് വെട്ടിപ്പോണത്. -3 ഈസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് 4. മൈനസ് എ ഈസ് ഈക്വൽ ടു -3 ഈ പ്ലസ് 4 എന്താവും ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ -4. മൈനസ് എ ഈസ് ഈക്വൽ ടു -7. അപ്പോൾ രണ്ട് സ്ഥലത്തും നെഗറ്റീവ് വരുമ്പോൾ അത് പോസിറ്റീവായിട്ട് എ ഈസ് ഈക്വൽ ടു 7. അപ്പോൾ എക്സ് മൈനസ് എ ആണല്ലോ അടുത്ത ഫാക്ടർ. എയുടെ സ്ഥാനത്ത് നമുക്ക് പോസിറ്റീവ് 7 ആണ് വരിക. അപ്പോൾ എക്സ് മൈനസ് 7 ആണ് രണ്ടാമത്തെ ഫാക്ടർ. മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 7ൽ നിന്ന് ഏത് നമ്പർ മൈനസ് ചെയ്യുമ്പോഴാണ് എക്സ് മൈനസ് 1 ഇതിൻ്റെ ഫാക്ടർ ആവാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ -1 അപ്പം നമ്മൾ പി പോസിറ്റീവ് വന്നിട്ട് കണ്ടുപിടിക്കാം. 1 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 1 മൈനസ് 7 ഈസ് ഈക്വൽ ടു 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് 5 ഇൻറ്റു 1 5 മൈനസ് 7. 1 പ്ലസ് 5 6 മൈനസ് 7 ഉത്തരം -1. നമ്മൾ ഇതിൽ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 7ൽ നിന്ന് നമ്മൾ -1 കുറയ്ക്കുക. അപ്പോൾ 2 മൈനസ് വരും കേട്ടോ. എന്നുവെച്ചാൽ ഇത് -1ൻ്റെ മൈനസ്, ഇത് നമ്മൾ മൈനസ് ചെയ്യണം, മനസ്സിലായി? 2 മൈനസ് വരും നമുക്ക്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 7 കുറയ്ക്കണം -1 അങ്ങനെയാണ്. അപ്പോൾ -7 അപ്പോൾ 2 മൈനസ് വരുമ്പോൾ എന്തോരും +1 ആവും. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 5x ഇത് -6 കുറച്ചിട്ട് വരുന്നുണ്ട് ചിഹ്നം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഫാക്ടറാണ് നമ്മുടെ എക്സ് മൈനസ് 1 ആയത്. ഇനി ഇതിൻ്റെ വേറൊരു ഫാക്ടറും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ സങ്കല്പിക്കുകയാണ് എന്നുവെച്ചാൽ എക്സ് മൈനസ് എ ആണ് ഇതിൻ്റെ ഫാക്ടർ എന്ന്. അപ്പോൾ എക്സ് മൈനസ് എയും അടുത്തത് പിന്നെ എക്സ് മൈനസ് 1ഉം എക്സ് മൈനസ് എയുമാണല്ലോ. നേരത്തെ ചെയ്ത പോലെ ഇൻറ്റു ചെയ്ത് കൊടുക്കാം. ഇതിന് ഇങ്ങനെ ഇൻറ്റു ചെയ്യുക, ഇതിന് ഇൻറ്റു ചെയ്യുക, ഇതിന് ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുക, ഇതിന് ഇൻറ്റു ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, ഇതോ എ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ -ix, -1 ഇൻറ്റു എക്സ് മൈനസ് എക്സ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 ഇൻറ്റു എ. കണ്ട. ഇനി ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ ഒരു ടേമാക്കി എഴുതാം. എക്സ് സ്ക്വയർ രണ്ടിലും ഒരുപോലെയുള്ളത് ഏതാ? -x, അത് പുറത്തേക്ക് എടുത്തു. ബാക്കി എയും പ്ലസ് എക്സിൽ നിന്ന് എക്സ് പോയാൽ 1 പ്ലസ് ഇവിടുത്തെ ഉത്തരം എ. ഇനി നമ്മൾ ഇതും പിന്നെ നമ്മൾ ഇതുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വെട്ടിപ്പോയി. അടുത്തത് 5xഉം ഇതും തമ്മിലാണ് കമ്പയർ ചെയ്യുക. -x a + 1 ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ എക്സും എക്സും വെട്ടിപ്പോയി. 5 മൈനസ് മാത്രം ബാലൻസ് വരുമ്പോൾ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യാം. -a മൈനസ് ഇൻറ്റു പ്ലസ് -1. ഇനി ചെയ്യാനുള്ളത് നമ്മൾ 5 -a അവിടെ തന്നെ കിടന്നോട്ടെ. -1 പ്രത്യേകം കൊണ്ടുവരുമ്പോൾ അത് +1 ഈസ് ഈക്വൽ ടു -a. 5 + 1 6 ഈസ് ഈക്വൽ ടു -a. അപ്പോൾ a ഈസ് ഈക്വൽ ടു -6. അപ്പം നമ്മളുടെ എക്സ് മൈനസ് എ ആണല്ലോ നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് -6, രണ്ട് സൈൻ അടുത്തടുത്ത് വരുമ്പോൾ പ്ലസ് ആവും. എക്സ് + 6 ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ.
അപ്പോൾ പേജ് നമ്പർ 240 പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ലാസ്റ്റത്തെ നാലാമത്തെ, അതായത് ഒന്നാമത്തേൽ അവസാനത്തെ പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ x-1 ഇതിൻ്റെ ഫാക്ടർ ആവണം. അതിനുവേണ്ടി ഇതിൽ നിന്ന് ഏത് നമ്പറാണ് കുറയ്ക്കേണ്ടത് അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ -1 ഇപ്പോൾ പോസിറ്റീവ് വന്നിട്ട് ചെയ്ത് കൊടുക്കുക. P of +1 = 1² - 4 × 1 - 3 - 1 1 സ്ക്വയർ 1 - 4 × 4 - 3 1 -4ഉം -3 കൂട്ടുമ്പോൾ -7 -6. അപ്പോൾ x² - 4x -3 നമ്മൾ ഏത് മൈനസ് ചെയ്യേണ്ടത്? -6 മൈനസ് ചെയ്യണം കേട്ടല്ലോ. അപ്പോൾ x² - 4x -3 ഇത് രണ്ടും കൂടി +6 ആവും. x² - 4x -3ഉം -6ഉം കൂട്ടാൻ പാടില്ല, കുറച്ചിട്ട് വരുന്ന ചിഹ്നം ഇടാം. +3 ആവും, കുറച്ചിട്ട് വരുന്ന ചിഹ്നം. ഇനി ഇതിൻ്റെ ഒരു ഫാക്ടറാണ് x-1. അടുത്ത ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതപ്പോൾ x - a ആണ് നമ്മൾ സങ്കല്പിച്ചെടുക്കുക. ഇതും ഇൻറ്റു ചെയ്യുക, ഇതും ഇൻറ്റു ചെയ്യുക, ഇതും ഇൻറ്റു ചെയ്യുക, ഇതും കൂടി ഇൻറ്റു ചെയ്യുക. x × x x² - x × a -ax -1 × x -1 × a എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് a ആയിരിക്കും. കണ്ട. ഇനി ഇവിടെ നിന്നിട്ട് ഇവിടം വരെ നമ്മൾ ഒരു ടേം ആക്കി കൊണ്ടുവരാം. അപ്പോൾ ഇവിടം വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ x² ഇതിൽ നിന്ന് നമ്മൾ ഒരുപോലെ തന്നെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ -x ഇതിൽ -x ഉണ്ട്, ഇതിൽ -x ഉണ്ട്. -xനെ പുറത്തേക്ക് എടുത്തു. ബാക്കി വരുന്നത് aയും +1ഉമാണ് ബാക്കി വരുന്നത് +a. ഇനി x². അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. അപ്പോൾ ഇതുമാണ് നമ്മളിനി കമ്പയർ ചെയ്യേണ്ടത് കേട്ടോ. ഇതുമാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. കമ്പയർ ചെയ്യുമ്പോൾ x² = x² വെട്ടിപ്പോയി. പിന്നെ ഇനി -4x -4x = -xa + 1. അപ്പോൾ മൈനസും വെട്ടിയത് പോസിറ്റീവായിപ്പോയി. എക്സും വെട്ടിപ്പോയി. 4 = a + 1. അപ്പോൾ a = എന്ത് വരും? 4 - 1. a = 3. അപ്പോൾ നമ്മൾ x - a ആണെന്നാണ് നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ x - 3 ആയിരിക്കും രണ്ടാമത്തെ ഫാക്ടർ. ഓക്കെ.